ഹായ് ഫ്രണ്ട്സ്, വൈകുന്നേരം 4:40 നോമ്പ് തുറക്കാൻ ഭക്ഷണം ഉണ്ടാക്കാൻ നേരെയായി. അപ്പോൾ തന്നെ പിന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. ഇടിയപ്പം ഉണ്ടാക്കാമെന്നാണ് കരുതിയത്. ചിക്കൻ കറിയൊക്കെ ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ മാമയും നോമ്പില്ലല്ലോ, അവർക്ക് വേണ്ടി ചിക്കൻ കറിയും നെച്ചോറും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ കറി നേരത്തെ ആയിട്ടുണ്ട്. ഇനിയുള്ളത് ചിക്കൻ ഫ്രൈ ആ സമയം തന്നെ പുരട്ടി നല്ല മുളകൊക്കെ ഇട്ട് ഇഞ്ചിയും പച്ചമുളകും കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഫ്രൈ ചെയ്യണ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ എല്ലാം നല്ല മസാലയെല്ലാം പുരട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. എത്രത്തോളം ഇരിക്കുന്നു അത്രത്തോളം മസാല പിടിച്ചിരിക്കും. അപ്പോൾ അതിനെയും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇടിയപ്പത്തിന് മാവ് കുഴച്ച് വയ്ക്കാൻ തുടങ്ങിയത്. തിളപ്പിച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം ശകലം തണുത്തതിന് ശേഷം മാവിലോട്ട് ഒഴിച്ച് അതിന് നന്നായിട്ട് ആ ഒരു ചൂടോട് തന്നെ മിക്സ് ചെയ്ത് കൈ കൊണ്ട് വിരവി നന്നായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അടുപ്പിലൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ പൊരിക്കണതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. മുമ്പൊക്കെ എന്ന് വെച്ചാൽ കുറേ കാലമൊക്കെ മുമ്പ് ഫാം ഓയിലൊക്കെ പൊരിച്ചിട്ടുണ്ട്. ഗോൾഡ് വിന്നർ എണ്ണ, സൺഫ്ലവർ ഓയിൽ അങ്ങനെയൊക്കെ പൊരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ കാലം കൊണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ. എത്ര വെളിച്ചെണ്ണ വില കൂടിയാലും നമുക്ക് നമ്മുടെ ഹെൽത്തല്ലേ വലുത്. അതവിടെ കിടന്ന് പൊരിയട്ടെ. അടുത്ത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ പാത്രം ഞാൻ വെള്ളമൊക്കെ വെച്ച് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇടിയപ്പം പ്രസ് ചെയ്യണമല്ലോ. കുറച്ച് എണ്ണ 2 ഇടിയപ്പത്തിൻ്റെ ഇഡ്ഡലി തട്ടുണ്ടല്ലോ, ആ ഇഡ്ഡലി തട്ടിൽ 2ലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചാൽ നെയ്യ് പ്രത്യേക കുറച്ചും കൂടെ ഒരു ഫ്ലേവറും പിന്നെ പെട്ടെന്ന് ഇളകി കിട്ടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് ചെയ്തില്ല. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് 2നെയും നല്ലതായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ പോയി മറിച്ചിടുന്നുണ്ട്. 2 പണി ഒരുമിച്ച് നടക്കുന്നുണ്ടല്ലോ. പക്ഷെ ആദ്യം ഞാൻ ഇടിയപ്പത്തിന് തേങ്ങ വെക്കാൻ മറന്നുപോയി. തേങ്ങ വെക്കണ്ട എന്നാണ് മറന്നുപോയതല്ല, തേങ്ങ ഇടണ്ട എന്നാണ് കരുതിയത്. പക്ഷേ ഇടിയപ്പത്തിൽ തേങ്ങ ഇട്ടാൽ തന്നെ ഒരു ടേസ്റ്റുള്ളൂ. ചില ആൾക്കാർക്ക് തേങ്ങ ഇടുന്നത് ഇഷ്ടമില്ല, പക്ഷേ എനിക്ക് തേങ്ങ ഇടുന്നതാണ് ഇഷ്ടം. ഒരു ശകലം തേങ്ങ, ഒരുപാടൊന്നുമില്ല, ഒരു ശകലം. ആ ഒരു തേങ്ങയ്ക്ക് ഒരു ഫ്ലേവർ ഇട്ടില്ലേ, ആ ഒരു ഇതിന് വേണ്ടി ഒരു ശകലം തേങ്ങ വീതിട്ട് ആദ്യത്തെ തട്ട് തേങ്ങയില്ലാതെ പിന്നുള്ള എല്ലാ ഇടിയപ്പവും തേങ്ങ ഇട്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഓരോ തട്ട് വീതം വേവിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരു സൈഡിൽ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുക്കളയിൽ കയറിയപ്പോൾ തന്നെ 4:40 അപ്പോൾ സമയം ഇത്തിരി വൈകിട്ടുണ്ട്. അപ്പോൾ സ്പീഡിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു സ്റ്റെപ്പ് പൊരിച്ച് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ അടുത്ത സ്റ്റെപ്പ് പൊരിക്കാനിട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ കറി ചൂടാക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും വാങ്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ക് വിളിച്ചപ്പോഴേക്കും പോയി നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നു. നോമ്പ് തുറക്കേണ്ട സാധനങ്ങളൊക്കെ നേരത്തെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പണിയില്ല, പോയി നോമ്പ് തുറന്നാൽ മാത്രം മതിയായിരുന്നു. പിന്നെ നോമ്പൊക്കെ തുറന്ന് നിസ്കരിച്ചതിനൊക്കെ ശേഷം വന്നിട്ടാണ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. എല്ലാവർക്കും എടുത്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ കഴിക്കായിരുന്നത്. എനിക്ക് കരൾ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പീസും ഒരു കരളും എടുത്തിട്ടുണ്ട്. ഈ കരൾ ഇഷ്ടമുള്ള ആരൊക്കെയാണ് ഉള്ളത്? ഈ കോഴിയുടെ കരൾ. എനിക്ക് മട്ടൻ്റെ ബീഫിൻ്റെ കരളൊന്നും ഇഷ്ടമില്ല, കോഴിയുടെ കരൾ ഇഷ്ടമാണ്. ഓക്കെ ഫ്രണ്ട്സ്, സൂപ്പറായിരുന്നു ഭക്ഷണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.